ഹായ്, എൻ്റെ പേര് ഋതു. ഞാൻ 2023-24 CM അക്കാഡമിയിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാനിപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഞാൻ +1 +2 ടൈമിലൊക്കെ കോവിഡ് ബാച്ച് ആയിരുന്നു. അപ്പോൾ നമുക്ക് 3 മാസത്തിന് താഴെ മാത്രമേ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അതും ഫോക്കസ് ഏരിയ ബേസ്ഡൊക്കെ ആയിരുന്നു ഹയർ സെക്കൻഡറി എക്സാംസൊക്കെ. അപ്പോൾ ഈ 3 സബ്ജക്റ്റുകളുടെയും ഒട്ടും തീരെ ബേസില്ലായിരുന്നു. ടെക്സ്റ്റ് ബുക്കുകളുമായിട്ട് യാതൊരു പരിചയമോ സബ്ജക്റ്റിൻ്റെതായ യാതൊരു ബേസോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമേ വിചാരിച്ചിരുന്നത് അപ്പം ബേസ് മുതലേ കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് ആ രീതിയിൽ സബ്ജക്റ്റിൽ അപ്രോച്ച് ചെയ്യാന്നുള്ള രീതിയിലാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയത്. അപ്പോഴാണ് ഞാൻ CM അക്കാഡമിയുടെ ഈ ഒരു അക്കാഡമിക്സിൻ്റെ അവരുടെ ഈ ബേസ് മുതലുള്ള ക്ലാസ്സുകളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ CM അക്കാഡമിയിൽ എത്തിയത്. സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഫിസിക്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ടഫായിരുന്നത്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ആദ്യമേ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ സുരേഷ് സാറിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 ലെവലിലായിട്ടാണ്. അപ്പം ബേസ് ലെവൽ മുതൽ ചെയ്ത് ഇക്വേഷൻസ് എല്ലാം പ്രോപ്പറായി, പിന്നെ 2ാമത്തെ ലെവൽ 3ാമത്തെ ലെവൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുമാതിരി എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ഫിസിക്സ് കഴിഞ്ഞാൽ പിന്നെ ടഫായിട്ട് തോന്നിയത് ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ മൂസി സാറാണ് ഓർഗാനിക് കെമിസ്ട്രി എടുക്കുന്നത്. നമ്മൾ സെപ്റ്റംബറിലെ ഓർഗാനിക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു, ജനുവരിയോടുകൂടി ഫിനിഷ് ചെയ്യാൻ പറ്റി. അതിനുശേഷമുള്ള എല്ലാ ആഴ്ചയിലും ഓർഗാനിക് കെമിസ്ട്രിയുടെ ഓരോ എക്സാംസ് ഉണ്ടായിരുന്നു. റിവിഷൻസും DPPയും ഓരോ ചാപ്റ്റർ വൈസും സാർ എല്ലാ ആഴ്ചയിലും ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഓർഗാനിക് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഈസിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ബയോളജി പിന്നെ ഫുള്ള് NCERT ബേസ്ഡ് ആയിരുന്നു. ഫുൾ ടൈം NCERT വായിക്കുക, NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലായിരുന്നു. അസീസ് സാറും ഷഹീർ സാറും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പം മാക്സിമം NCERT വായിക്കുക എന്നുള്ളതായിരുന്നു. കുറേ നെഗറ്റീവ്സൊക്കെ ആദ്യമേ എക്സാംസിനുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് കുറച്ച് കൊണ്ടുവരാനും എക്സാംസിന് എനിക്ക് ബയോളജിയിൽ ഫുൾ സ്കോർ ചെയ്യാനും ഫാക്കൽറ്റി ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഈ കോവിഡ് ബാച്ചിൻ്റെ ഈ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എനിക്ക് ബേസ് ബിൽഡ് ചെയ്ത് വർക്ക് ചെയ്ത് നീറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും CM അക്കാഡമിയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ അക്കാഡമിക് സപ്പോർട്ടും മെൻറ്റർഷിപ്പ് സപ്പോർട്ടാണെങ്കിലും ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണെങ്കിലും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നീറ്റ് ക്രാക്ക് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ എത്താൻ സാധിക്കും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.